എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ആന അഴിക്കല്ലേ, 2-3 ദിവസം കഴിഞ്ഞാൽ ആന അഴിക്കല്ല, തറയിൽ കയറും. ഒലിവൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒലിവിന് മുന്നായിട്ട് നമ്മൾ ഒലിവ് അഴിക്കണേക്ക് മുന്നായിട്ട് നമുക്ക് കുറച്ച് പള്ളികളൊക്കെ ഉണ്ട്. നമ്മുടെ ദൈവത്തെയൊക്കെ ഒന്ന് പോയി കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി പുതിയൊരു സീസണ് തുടക്കം മുറിക്കാം. ഉദ്ദേശിച്ചേക്കണത് കടമറ്റം, പിന്നെ എടപ്പള്ളിയിൽ പോകണം. പിന്നെ 2-3 സ്ഥലങ്ങൾ കൂടി ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി ഉണ്ടാവാം. നമ്മൾ പോണ അതിൽ നമ്മൾ ആ കാട്ടിക്കടെ കയറുക. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാനേ കിട്ടും. ആ വഴിക്ക് പോകണമായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഹൈവേ ഒക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഞാൻ സാധാരണ മറ്റേ വഴിക്ക്, അതായത് കാട് വഴിക്കാണ് ഞാൻ റെയിൽവേക്ക്. സാധാരണ കാട് വഴിക്ക് പോയ ആനകളെ കിട്ടാറുണ്ട്. നമുക്ക് നോക്കി നോക്കാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ ഒരു വീട് വെച്ച് കുറച്ച് സ്ഥലമൊക്കെ സെറ്റപ്പ് ചെയ്ത് അതിന് കൂടുന്ന ഒരു ആനേനെയൊക്കെ കെട്ടി നമ്മളെ മുറ്റത്തൊരു ആന, നമ്മൾ എണീറ്റിട്ട് കണി കാണണം നമ്മുടെ ആനേനെ. അത് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുക, എന്നിട്ട് വൈബായിരിക്കൂലേ. കാശില്ല, കാശൊക്കെ കിട്ടിയിട്ട് വേണം ആനേനെ പിടിക്കും. ഒരു കുഞ്ഞാനേനെ. എന്നിട്ട് അവന്റെ കളിയും കാര്യങ്ങളും അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. നമുക്കൊക്കെ എവിടെ നിന്ന് ആനേനെ പഠിക്കാനല്ലേ, ആരെങ്കിലും വാങ്ങി തരേണ്ടി വരും. നമ്മളെ വീഡിയോസുകൾ കാണുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ആനേനെയൊക്കെ നമുക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ആനയൊന്നും വേണ്ട കേട്ടോ. സ്വന്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിത്തരുന്ന ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ ഞാൻ ഒരു ആനേനെ മേടിച്ചിട്ട് ചേട്ടൻ തരാം ചേട്ടാ, അതിനെ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ട് നടന്നോ. അപ്പം അതിന് കുറച്ച് കുഞ്ഞു പരിപാടികളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് എൻ്റെ മുതലാളി കേട്ടോ, എൻ്റെ മുതലാളി എന്നെ തട്ട്. എന്ത് രസമല്ലേ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ആന എന്ന് പറഞ്ഞ ആൾക്കാണ്ട് എൻ്റെ ആനക്കാര് സുഹൃത്തുക്കളെ നിങ്ങൾ ഇടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നോക്കിയേ ഇങ്ങനെയൊക്കെ ഒന്ന് പോയി ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് പോകുന്ന മനസ്സിന് എന്ത് സമാധാനം കിട്ടുന്നറിയാമോ. മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീഫ്രഷ് ആവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാട്ടിക്കട മറ്റേ ഹൈവേ കട അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 കിലോമീറ്റർ ഉള്ളൂ. അതിന് നമ്മൾ 45 കിലോമീറ്ററിനൊക്കെ ഇറങ്ങിയ പോണത്. പക്ഷെ പോണ വഴിക്ക് കുറച്ച് വൈബുണ്ട്, കാട് അന്തരീക്ഷം. നമ്മുടെ പണി വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഫുള്ള് വൈബാണ്. ഇനി എന്തായാലും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണോട് കൂടിയിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് കറങ്ങാൻ തന്നെ തീരുമാനിച്ചേക്കണം ഇപ്രാവശ്യം. ഇവിടെ കാനകൾ കിടക്കണ വഴിയാണ്. ഇങ്ങനെ ഏഴാറ്റുമുഖം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പോയിട്ട് ആ പോണ വഴിക്ക് ആ കാടിന്റെ ഉള്ളില് എല്ലാവർക്കും ഭയങ്കര സംശയം ഉണ്ട് കേട്ടോ. ബിൻചേട്ടന്റെ ക്യാമറമാൻ ആരാണെന്ന്. ആരാണ് ക്യാമറ വീഡിയോ എടുക്കുന്നത്, ആരാണ് ക്യാമറ എടുക്കുന്നത്, ആരാണ് അല്ലെങ്കിൽ ആ ക്യാമറ വീഡിയോസുകളൊക്കെ എടുക്കുന്നത് ആരാണെന്നൊക്കെ ഇങ്ങനെ കുറെ സംശയങ്ങളുണ്ട്. BM വന്ന് ചോദിക്കണതാണ്. ക്യാമറ എടുക്കുന്നത് വേറെ ആരുമല്ല, സാറാമ്മ തന്നെയാണ്. സാറാമ്മയാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഫീൽ ചെയ്യണം. ഞാൻ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. ബാക്കി എഡിറ്റിങ് പരിപാടി കാര്യങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ സാറാമ്മയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇനി കുറച്ച് നാളും കൂടിയൊക്കെ കഴിഞ്ഞാൽ ഒരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറാമ്മയ്ക്ക് ഒരു ശമ്പളവും പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ആ വഴിക്ക് നടന്നുകൊണ്ടിരിക്കും. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല മറ്റേ ഞാൻ വീഡിയോസ് ഇത്രയൊക്കെ കയറുമെന്നോ അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബറൊക്കെ വരുമെന്നോ അല്ലെങ്കിൽ വീഡിയോസുകളൊക്കെ ഇത്ര ആൾക്കാർ കാണും എന്നൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതെ മില്യൺ വീഡിയോസ് ഒക്കെ വന്നില്ലേ, അതെ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ്, ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര മില്യനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ കമന്റ്. പിന്നെ എന്റെ വീഡിയോയുടെ അടിയിലേ
ആൾക്കാര് എന്ത് രസമായ കമന്റുകൾ ഇടുന്നറിയാമോ? ചില കമന്റുകളൊക്കെ വായിച്ച ഞാൻ തന്നെ ചിരിച്ച് വയ്യാണ്ടാവും. എനിക്ക് ഇഷ്ടാട്ടോ അതൊക്കെ, അടിപൊളിയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോണ വണ്ടി ഇതേ അങ്ങനത്തെ സ്കോർപിയോ, അതുപോലത്തെ നല്ല അതല്ല അങ്ങനത്തെ തന്നെ ബ്ലാക്ക് വണ്ടി, നല്ല കിട്ടുകാച്ചി വണ്ടി വരണം. നമ്മൾ സീസൺ കഴിഞ്ഞാൽ നമ്മൾ സ്കോർപിയോ പഠിക്കും. ഈ വഴിക്കൊക്കെ ആനയുണ്ടാവാൻ സാധ്യതയുള്ള വഴികളാണ് ഇതൊക്കെ. രാവിലെ തന്നെ അവർ കാട്ടിൽ നിന്ന് ഇറങ്ങി പനയെ കുത്തി മറിച്ചിട്ടാണ് റോഡിൽ രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പന കുത്തി മറിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് തിന്നണാണ്. ഇത് എന്ത് രസമായിട്ടുള്ള ആനകളാണെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിലെ ആനകളുടെ അത്ര ഭംഗിയുള്ള ഒരു ആന വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല. എന്തൊരു ഭംഗിയാണ്! ഒക്കെ കൊണ്ടുപോയി പൂരപറമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാലേ എൻ്റെ അമ്മോ. പക്ഷെ നമ്മുടെ ഈ ഒരു നിയമങ്ങൾ കുറെ മാറാനുണ്ട്. ഇവിടെ തന്നെ പ്രശ്നക്കാരായ ആനകളെ പിടിച്ച് നമ്മൾ മെരുക്കിയെടുത്ത് പഴയ ഒരു സിസ്റ്റത്തിലേക്ക് മെരുക്കിയെടുത്താൽ എന്തിനാ പുറത്തുനിന്ന് വേറെ ആനകൾ വരുന്നത്? നമ്മുടെ കേരളത്തിലെ ആനകളെ തന്നെ, ഞാൻ പറയുന്നത് വലിയ ആനകളല്ല, പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെ പിടിച്ച് മെരുക്കിയെടുത്ത് ആ ഒരു പഴയ സിസ്റ്റത്തിലേക്ക് ലേലം വിളിക്കുകയാണെങ്കിൽ, ഇപ്പൊ കുട്ടിയാനകളൊക്കെ ആണെങ്കിലും ഇപ്പൊ വീണ് കിട്ടുന്ന ആനക്കുട്ടികളെയൊക്കെ ലേലം വിളിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞാൽ സർക്കാരിന് വലിയൊരു മുതൽകൂട്ടല്ലേ. 5 കോടി വരെ ലേലം വിളിക്കാൻ ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കണത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ആനകളെ ലേലം വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ ലേലം വിളിച്ച് കിട്ടുവാണെങ്കിൽ മേടിക്കാൻ തയ്യാറായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ സർക്കാരും നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ ആ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ നാടൻ ആനകളെ, നല്ല നല്ല ആനകളെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവും. നിങ്ങൾ പോണ വഴിക്ക് ദൈവം സഹായിച്ച ചിലപ്പോൾ ഒരു കൂട്ടത്തിനെ കാണും. അതിനകത്തൊരു കുഞ്ഞ് ആനക്കുട്ടിയുണ്ട്, ഒരു കുട്ടിക്കൊമ്പൻ. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ നമ്മളെ കാണുമ്പോൾ അവൻ്റെ ഒരു ആട്ടവും അവൻ്റെ ആ ഒരു ചെവിയുടെ അടിയും അവൻ്റെ ഒരു ദേഷ്യവും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരൊച്ച കേട്ട് കഴിഞ്ഞ് ഓടി പോയിട്ട് അമ്മയുടെ കാക്കുട്ടി പോയിരിക്കും. നല്ല രസമല്ലേ? പണ്ട് പെരിഞ്ഞനത്ത് കാരയിൽ ബാലേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പിടിയാനേനെയും ഒരു കുട്ടിയാനേനെയും കൂടിയിട്ട് കൊണ്ടിരുന്നു. ആ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരുണ്ടായിരുന്നു. എത്ര ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നിട്ടുണ്ട് ആനേനെ. അന്ന് ആ ആനേനെ മറ്റേ കുന്നംകുളത്ത് പോയിട്ട്, പിന്നെ അവിടെ എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആൽത്തറ ഭാഗല്ലേ, അവിടെ വീട്ടിലൊരു സ്കൂൾ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു അന്ന് ആനയെ നിർത്തിയതാണ്. ഈ ഒരു തള്ളയും കുഞ്ഞിനെ ഞാൻ അതിന് പണിയെടുത്തിട്ടുണ്ട്. അതിനെ നമ്മുടെ മാവേലി മണികണ്ഠൻ ചേട്ടൻ നടന്ന് വന്ന സമയത്ത് ആനക്കാരൻ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി മാറിയിട്ട് ഇടുക്കി രാഹുലും പിന്നെ ഞാനും കൂടിയിട്ട് ആനയ്ക്ക് നിന്നിട്ടുണ്ട്. തള്ള ഒരു വഴിക്ക് പോകുമ്പോൾ കുഞ്ഞൊരു വഴിക്ക് പോകും, കുഞ്ഞൊരു വഴിക്ക് പോകുമ്പോൾ തള്ള ഒരു വഴിക്ക് പോകും. മടുത്തുണ്ട് ഞങ്ങള്. ഒരു ദിവസം കുഞ്ഞവിടെ നിന്നിട്ട് എന്തോ കാണിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞവിടെ നിന്ന് ഒറ്റ ഓട്ടാ. ഞാൻ നോക്കിയപ്പോ തള്ള അതിന്റെ പുറകെ ഓടിച്ചിട്ട് പിടിച്ച ഞങ്ങള്. അത് കഴിഞ്ഞ് അതിനെ പിരിച്ചു. ആ ആനനെ പിരിച്ചിട്ട് ആ ആന പിരിച്ച ആനക്കുട്ടിയായിരുന്നു മറ്റേ കുറ്റിമുക്ക് കണ്ണൻ എന്ന് പറഞ്ഞ ആന. അതിന്റെ തള്ളേനെ കോഴിക്കോട് കൊണ്ടുപോയിട്ട് കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നമുക്ക് ടോക്കൺ എടുക്കണം, എന്നാലേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ചെക്ക് പോസ്റ്റിൽ ടോക്കൺ എടുക്കണം. ഒരു 25 രൂപ വേണം. വന്ന പോലെയല്ല, കമ്പി ഇട്ടു. എങ്ങനെ ഒമാര് ഫുള്ള് ഇവിടെ വന്ന ഭയങ്കര അഭ്യാസമല്ല, ഇവര് തകർക്കല്ല ആൾക്കാരെ ഓടിപ്പിക്കുക. കുറേയൊക്കെ ആൾക്കാരുടെ കയ്യിലിരിപ്പിന്റെ പേരില്ല. അത് വന്ന ആനകളെ കണ്ടു കഴിഞ്ഞാട്ടോ റോഡിലൊക്കെ ഫുള്ള് ഉമ്മാര് തകർത്തോണ്ടിരിക്കട്ടോ. എണ്ണപ്പന തീർന്ന അഞ്ഞി എന്ത് ചെയ്യോ? ഉമ്മാരൊരു ഏരിയ പൊളിച്ചടിക്കൊണ്ടിരിക്കുക. വേറെ കാര്യമുണ്ട്, ഇവിടെ ആദ്യം ആനയെ വരികയ്ക്ക് നിന്നിട്ട് ആനേനെ കാണാം. പിന്നെ കാട്ടാനയാണ് നമ്മൾ ചങ്ങലേമ്മ കെട്ടിട്ടേക്കണ ആനകളല്ല ഇവിടെ ഉള്ളതൊക്കെ.
ആനകളൊക്കെ പോയിട്ട് ഇവിടെ ആൾക്കാർ അതിന്റെ അടുത്തൊക്കെ പോയി സെൽഫി എടുക്കാൻ പോണ മണ്ടന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആനയൊക്കെ തിരിഞ്ഞ് പിന്നാലെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിപ്പിച്ച് കടി കളയും. അതായത് വലിച്ച് കീറി കടി കളയും. ഇവിടെ ആനകളൊക്കെ ചെയ്യണതിന് ഒരു പരിധി ഇല്ലേ. കാട്ടാനയുടെ അടുത്ത് പോയി സെൽഫി എടുക്കാൻ പോവുക. അത് കാരണം കൊണ്ട് എന്താണ് ഇവിടെ ഇപ്പോൾ വണ്ടി പോലും നിർത്താൻ പറ്റാണ്ടായി. മറ്റേത് ഈ ഏഴാറ്റുമ്പോൾ പാതകള വന്നാൽ നമുക്ക് സമാധാനം സൗകര്യമായിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കാം. നമുക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടിയാവുന്നതാണ്. അപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാർ ഈ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആൾക്കാർ ഓരോ പോക്കറ്റിത്തരം കാണിച്ച് ഇവിടെ നിൽക്കാൻ പോലും പറ്റാണ്ടായി. ഒരുത്തനെയും കാണുന്നില്ലല്ലോ. എന്ന് വന്നാലും ഞാൻ കാണില്ല. സാറാമ ഫസ്റ്റ് കറക്റ്റായിട്ട് ഉടക്കും. സാറാമ കറക്റ്റ് കണ്ണിൽ പിടിക്കും. സാറാമയുടെ എന്റെ കണ്ണു പിടിക്കില്ല. കാഴ്ചക്കുറവുണ്ടായി തുടങ്ങിയോ വയസ്സായി. അതെ ഇന്നലെ അതില് നടന്നിട്ടുണ്ടോ. ഇവിടെ എന്താ സൊസൈറ്റി മറ്റേ ഇവിടുത്തെ ഇത് പണിക്കാരാ. ഒന്ന് മാറടി അങ്ങോട്ട്. മാറണ നീ വേണമെങ്കിൽ പോടാ. എനിക്ക് മാറാൻ പറ്റില്ല. എന്റെ സ്ഥലം വളരെ മോശമായി. ഇതാണ് സ്ഥിരമായിട്ട് വന്ന് തകർക്കാറുള്ള അങ്കമാടി. ഓരോന്ന് വിട്ട് വരണുണ്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലെ ആനകൾക്ക് അങ്ങനെ വരുന്നില്ല. ചില ആനകൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ്, നമ്മുടെ ദേശീയ ഭക്ഷണം പട്ടയാണ്. പട്ട മാത്രം കൊടുക്കുക എന്ന് പറയുന്നത്. പട്ട മാത്രമല്ല, ആനകൾക്ക് പുല്ലും അത് ഇതൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം കൊടുക്കണ്ട. അപ്പോൾ ഇത് കണ്ടോ എരണ്ടൊക്കെ വീണുണ്ടോ. വിട്ട് ഒരു എരണ്ടക്കെട്ട ഒരു സാധനവും പറ്റില്ല. അത് നോക്കി എത്ര ഭംഗിയായിട്ടാണ് കിടക്കണേന്ന്. ഇതൊക്കെ ഒരു കൂട്ടാണ് പോയേക്കണം. അതിനകത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് അല്ല, ഒരു ഇതുണ്ട്, താമസിക്കാനുള്ളൊരു സൗകര്യം ഉണ്ട്. അത് പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഇതിൻ്റെ ആണോ എന്ന് അറിയില്ല. പക്ഷേ സംഭവം വൈബാ. ഒരു കൂട്ടം ആനകൾ പോയിട്ടുള്ളതാണ്. കൂട്ടം ഈ വഴിക്കാട്ട കയറി പോയേക്കണേ. കയറി പോയ പാടുകളുണ്ടോ. ഈ വഴിക്കാണ് കയറി പോയേക്കണേ. വേണ്ട ഇതിലിങ്ങനെ കയറിപ്പോയി കപ്പ് ചവറ് സാധനങ്ങളൊക്കെ കിടക്കണുണ്ടോ. ഈ ഇലയൊക്കെ കണ്ടത്. ഇതൊക്കെ ആനകൾ നല്ല കഴിക്കുന്ന സാധനങ്ങളാണ്. ആ ഇലയൊക്കെ അത് സാധാരണ പസലവള്ളി എന്ന് പറയും, പയറുവള്ളി എന്ന് പറയും അതിനെ. ഈ റബ്ബർ തോട്ടത്തിൽ അതിലേക്കാണ് കൂടുതലുണ്ടാവുക. ആ പള്ളി അത് പറിച്ച് തിന്നാൽ നല്ല അരവള്ള ആനകൾ തിന്നാല്ലേ അവർക്ക് നല്ല അടിപൊളി ആയിരിക്കും. അത് നമ്മുടെ ഇവിടെ ഇതൊന്നും നടക്കില്ലല്ലോ. നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഫുള്ള് ടെസ്റ്റായിരുന്നു. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടി ഫുള്ള് പണി അയച്ചിറക്കി. ഞാൻ ആദ്യം വിചാരിച്ചു ഈ വണ്ടി മാറ്റിയിട്ട് വേറൊരു വണ്ടി എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നമ്മുടെ കൂടെ, നമുക്ക് 10 പൈസ ഇല്ലാത്ത കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവനാണ്. പിന്നെ എങ്ങനെയാ അവനെ കളയുക. ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. ഏത് ഉടുപ്പിക്കടെ ആള് നോക്കോളൂ. നമുക്ക് നല്ല കാലം വരുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായവരെ നമ്മൾ മറക്കാൻ പാടില്ല. ഇവനെ എന്തായാലും നമ്മൾ ഇനി കൊടുക്കില്ല. നമ്മൾ ഇവനെ കൊടുക്കാതെ തന്നെ നമ്മൾ വേറെ വണ്ടി എടുക്കും, ദൈവം സഹായിച്ച. നമ്മൾ കാലടിയിൽ പോയി, ഇവിടെ എല്ലാം കഴിഞ്ഞു. ഇനി നേരെ കടമറ്റം പള്ളി. അവിടെ ചെന്ന് കത്തനാരെയൊക്കെ ഒന്ന് കണ്ട് സങ്കടമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എടപ്പള്ളി കയറിയിട്ട് പിന്നെ നേരെ ലുലു മാളില്.
ഇട്ടിട്ട് വീണ്ടും കുപ്പായ എടുത്തിടും. ഒരു 24 ദിവസം 25 ദിവസം കുപ്പായ അഴിച്ചു വെച്ചു, വീണ്ടും കുപ്പായ എടുത്തിടും. ആനയുടെ ഒലിവൊക്കെ നിന്നതാണ് പിള്ളേരെ വിളിച്ചപ്പോൾ ഒലിവൊക്കെ ഏകദേശം കഴിഞ്ഞ് ചേട്ടാ കുഴപ്പമൊന്നുമില്ല, ആന നോർമലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി ആയിക്കോട്ടെ, എന്തായാലും ആള് ഒന്ന് നാളെ മറ്റന്നേം കൂടി അവിടെ നിൽക്കട്ടെ, 1-ാം തീയതി കഴിയട്ടെ. അഴിച്ചിട്ട് വലിയ പ്രത്യേകിച്ച് ഇപ്പോൾ അഴിച്ച് ഓടി പോയി പൂരെടുക്കാനൊന്നും ഇല്ല. ഇനിയിപ്പോൾ 14-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ അല്ലേ 20-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടേ തിരക്കുള്ളൂ. ഇനി അല്ലാണ്ട് വേറെ തിരക്കുള്ള പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് ആന നല്ല സമാധാനമായി ആന ഓക്കെ ആയതിനു ശേഷം നമുക്ക് മെല്ലെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇതാകുമ്പോൾ ആനയ്ക്ക് സമാധാനം, നമുക്കും സമാധാനം. കണ്ണാണ് ആനയ്ക്ക്, ഭയങ്കര കണ്ണാണ്. കണ്ണ് വെച്ചിട്ടേ അത് ഭയങ്കരമായിട്ടുണ്ട്. അതിനൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കടമറ്റത്തേക്ക് പോകണത്. ബാക്കിയൊക്കെ അച്ഛൻ നോക്കിക്കോളും. ഏകദേശം ഇപ്പോൾ പെരുമ്പാവൂർ കഴിഞ്ഞ് ഏകദേശം മൂവാറ്റുപുഴയൊക്കെ എത്താറായില്ലേ. മൂവാറ്റുപുഴയിൽ നേരെ പഴയ നമ്മുടെ ഞാൻ പണി പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന മില്ലൊക്കെ ഇല്ലേ, പണി പഠിച്ച സമയത്ത് ഞാൻ കിടന്നിറന്ന മില്ലും ആ സ്ഥലവും അതൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ വഴിക്ക് വരാം. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് ഞാൻ ഒരു തുണിക്ക് മറുതുണി പോലും ഇല്ലാണ്ട് പണ്ടാറടങ്ങി നിൽക്കുന്ന സമയത്ത് കിടന്നിറന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടോയെന്ന് നോക്കാം. അവിടെ പോണ വഴിക്ക് തന്നെ ഒരു തടിമില്ലുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ഈ വഴിയൊക്കെ ഞാൻ നടന്നു പോയ വഴിയാട്ടാ. ഈ വഴിയൊക്കെ നടന്നിട്ടാ പോയത്. കയ്യിൽ 5 പൈസ ഇല്ല, എന്ത് ചെയ്യുന്ന ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് കാലടി കൂടി ചേരാട്ട് വെറും ബിനു മാത്രമായിട്ടിരുന്ന സമയം ഇതിലേക്ക് നടന്നു പോയ വഴിയുടെ തന്നെ ഞാൻ ഒരു വണ്ടിയൊക്കെ ഓടിച്ച് പോണത്. ഇന്നല്ലാണ്ട് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല ജീവിക്കാൻ അന്ന് എന്ത് ചെയ്യും എന്നറിയാൻ പാടില്ലാണ്ട് ഒരു നടപ്പായിരുന്നു നടന്നാണ് ഈ വഴിക്കട. അന്ന് ഈ വഴിയൊന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടാ. ഇതിലൊന്നും ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഉണ്ടാവില്ല. കംപ്ലീറ്റ് റബ്ബറും അത് ഇതൊക്കെ ആയിരുന്നു. ഞാൻ പോണ വഴിക്ക് ഫസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഞാൻ മാധവഞ്ഞാൻ്റെ കൂടെ പോണ സമയത്ത് ഫസ്റ്റ് നടന്ന് പോകുമ്പോൾ അവിടെ ആന നിൽക്കണ കണ്ട സ്ഥലമുണ്ട്, ഒരു ഷാപ്പൊക്കെ ഉള്ള സ്ഥലം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരിക്കലും നമ്മൾ വന്ന വഴികളും നമ്മൾ വന്ന സാഹചര്യങ്ങളും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ കഷ്ടപ്പെട്ടിട്ട് നടന്ന് വന്ന് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ട് ഇവിടെ വരെ എത്തിയത്. ഇവിടെ വരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന രീതി വരെ അത്ര അധികം കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ചുമ്മാ കയറുന്ന ഒരു ദിവസം വന്ന് 2 ദിവസം വന്ന് വെറുതെ വന്ന ആനക്കാരനായിട്ടല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഇറങ്ങിയേക്കണ കുറെ ഫേസ്ബുക്ക് ആനപ്രേമികളൊന്നും വന്നിട്ട് അന്യൊന്നും വിലയിരുത്തല്ലേ. ഞങ്ങളൊക്കെ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുള്ളത്. 5 കിലോമീറ്റർ ഒന്ന് നടന്നു നോക്ക്. ഈ പറയുന്ന ആൾക്കാർക്ക്, കുറ്റം പറയുന്ന ആൾക്കാരെ, ഞങ്ങൾ ആനക്കാരെ കുറ്റം പറയുന്ന ആൾക്കാരില്ലേ, ഒരു ദിവസം ഞങ്ങളെ പോലെ കഷ്ടപ്പാട് സഹിക്കാൻ നിങ്ങളോടൊന്നും പറ്റില്ലേ? നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ കറങ്ങണ കസേരയിലോ AC റൂമിലൊക്കെ ഇരുന്നിട്ട് നിങ്ങളിങ്ങനെ അത് ചെയ്തത് ശരിയല്ല, ഇത് ചെയ്തത് ശരിയല്ല, പിന്നെ ആനയെ അങ്ങനെ മറച്ചരച്ച് കഴുകി കുടിച്ചിട്ടുള്ള ആൾക്കാരുകൾ പാലുകാപ്പിമാരൊക്കെ അല്ലേ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ളത്. അവരെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ തൊള്ളാൻ പറഞ്ഞാൽ കൊടുക്കാൻ പോകും. ഒരു മാങ്ങണ്ടി അറിയുമില്ല, എന്നിട്ട് ഇരുന്ന് ചിലക്കണ ചില കേട്ടാ. കുറേ വോയിസുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവരെ ഭയങ്കരമായിട്ടുള്ള ഇവർ ഈ ആനകളെ കുറിച്ചിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ ഉള്ള കുറേ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചൊറിയാൻ വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് എടുത്ത് ഞാൻ നിങ്ങളെ കൂടി കേൾപ്പിച്ചു തരാം. നിങ്ങളെ കൂടി കേട്ടോ. ഒരു മര്യാദ ഒക്കെ വേണ്ടേ? മറ്റത്തച്ഛന് ഉണ്ട് ഇവിടെ, നമ്മുടെ കൂടിണ്ട്. വിശ്വസിക്കുന്നതൊക്കെ ദൈവത്തെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ദൈവത്തെ നമ്മുടെ കൂടെ താങ്ങും തണലുമായിട്ട് എന്തുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം. അന്ന് ഞാൻ നടന്നു വന്നിട്ട് ഈ പള്ളിയിൽ അവിടെ ഇരുന്നത്. അന്ന് ഈ പള്ളി ഇത്ര ഇങ്ങനെയൊന്നും ഇല്ല, വെറുതെ ഒരു കുഞ്ഞു പള്ളി. ഇവിടെ കടകളൊന്നും ഇല്ല. അതേ അവിടെ ഒരു തിണ്ണ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം. ആ വഴികളൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് 1000 നന്ദി.
വഴികളെ വരുമ്പോ എപ്പോഴും വരുമ്പോഴും ഞാൻ നടന്ന് പൈസ കയ്യിലില്ല, അങ്ങനെ പോയൊരവസ്ഥയൊക്കെ. അന്നും ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചത്, മാതാവിനെ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ് ഇന്ന് ഈ നിമിഷം ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം വരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആരെയും അങ്ങനെ കുറ്റം അല്ലെങ്കിൽ എനിക്ക് കുറ്റം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് കുറെ ആൾക്കാരുടെ പേരൊക്കെ പറയണം. ഞാൻ ഇന്ന ആളെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുകളുണ്ട്. അതൊക്കെ ഞാൻ അവരോട് തന്നെ മുഖത്ത് നോക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, അത് ഇന്ന മാതിരി കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. ഞാൻ ഒരാളെ പോലും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ, ഒരു വാക്കോട്ട് പോലും ഒരാളെ വേദനിക്കണം വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ നടക്കാറില്ല. അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ചേട്ടാ ഇങ്ങനെ കേൾക്കണത് കൈ കൊട്ടറാശം, അങ്ങനെ പറയണവരങ്ങനെ ഇരുന്ന് പറഞ്ഞോട്ടെ, അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നമ്മൾ നിർത്താൻ പറ്റില്ല എന്ന്. ആര് പറഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന്? 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ ചോറ് തിന്നണവനാണെങ്കിൽ മനസ്സിലാവൂലേ? ഞാൻ ഈ കാണിക്കണതൊക്കെ പോക്കിരിത്തരാണ്, ഞാൻ അങ്ങനെ കാണിക്കാൻ പാടില്ല. പിന്നെ ചിലവരുണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും ഒരു റീച്ച് കിട്ടണം. അവരുടെ ചാനലിൽ ഒരു പട്ടിക്കുറുക്കന്മാർ പോലും നോക്കൂല. അത് നോക്കണ്ടേ? അത് നോക്കാണ്ടാവുമ്പോ നമ്മളൊക്കെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ ഇറിറ്റേഷൻ ഇങ്ങനെ വന്നിട്ട് മറ്റേ ഇതിന്റെ സാധനം ഈഗോ, അവനൊക്കെ അങ്ങനെ നടന്നു പോണൂല. നമുക്കൊന്നും അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്, അവര് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് ആൾക്കാർ തന്നെ അവരുടെ കൂടെ കൂടണവര് തന്നെ പിന്നെ ഇതായി പോവുള്ളൂ. എപ്പോഴും ഞാൻ പറയട്ടെ, ഈ നെഗറ്റീവ് മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ല, അവരുടെ ഒന്നും കൂടെ പോലെ പോയി ഇരിക്കരുത്. നമ്മളെയും കൂടിയും ഒന്നും അല്ലാണ്ടാക്കി കളയും. അവിടെ എപ്പോഴും നല്ല പോസിറ്റീവുള്ള ആൾക്കാരോട് സംസാരിക്കണം, ആത്മവിശ്വാസമുള്ള ആൾക്കാരോട് സംസാരിക്കണം. അല്ലാതെ ഈ ഇങ്ങനത്തെ ആൾക്കാരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും കൂട്ടുകൂടുവരെ ചെയ്യരുത്. എനിക്കൊരാളോട് സംസാരിച്ചറിയാം, ഞാൻ 1 മണിക്കൂർ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ആളെ കൊടുത്തിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പം നല്ലതാണെങ്കിൽ ഞാൻ അപ്സെറ്റ് ചെയ്യും, പൊട്ടാണെങ്കിൽ ഞാൻ എന്തൊക്കെ തട്ടിയാട്ടി കളയും. വഴികളൊക്കെ ഞാൻ നടന്നാട്ടാ ദൈവമേ. ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്നു എന്ത് ചെയ്യുമെന്ന് പറയുന്ന ആളുടെ സ്ഥലത്തിരുന്നു. അന്ന് ഇത് ഇവിടെ ഈ ഭാഗത്തൊരു ഷാപ്പാ, ഈ പെട്രോൾ പമ്പ് ഇരിക്കണല്ലേ, ഇവിടെ ഒരു ഷാപ്പായിരുന്നു. ഈ പെട്രോൾ പമ്പ് തന്നെ, ഈ പെട്രോൾ പമ്പിന്റെ അതേ സ്പോട്ടിൽ തന്നെ ഷാപ്പ്. തന്നെ ഇതേ തടിമല്ല് മാതാ ടിമ്പർ, ഇവിടെയാണ് ആനനെ കെട്ടി ഇറങ്ങുന്നത്. അന്ന് അവിടെ ഒരു കള്ള് ഷാപ്പായിരുന്നു. ഇത് ഇവിടെ ഇതിനകത്ത് ആന നിൽക്കണം. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ നടന്നു വരണേ. അപ്പൊ ഇവിടെ പണി കഴിഞ്ഞിട്ട് ആന ഇവിടെ തണല. അന്ന് ഇവിടെ നിറച്ച് മരങ്ങളായിരുന്നു, ജാതി അത് ഇതൊക്കെ ആയിട്ട്. ഇവിടെ നിന്നാണ് എന്റെ തുടക്കം, കാലടി വിരിഞ്ഞ് പറഞ്ഞ എന്റെ തുടക്കം. ഇവിടെ ഉണ്ടാവും തൃക്കളത്തൂര് തന്നെ കഴിക്കും. ഇവിടെ ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു, പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അന്ന് വെയിൽ കൊണ്ട് പണ്ടാറടങ്ങി വിശന്ന് പണ്ടാറടങ്ങി വന്ന ഞാൻ ഇന്ന് ഈ വഴിക്കടെ ഒരു വണ്ടിയിലൊക്കെ ഈ വെയിലൊന്നും കൊള്ളാണ്ട് യാത്ര ചെയ്ത് പോകുന്നു. ദൈവമേ നിനക്ക് നന്ദി. ഇഷ്ടംപോലെ ആനകളെ കൊണ്ടല്ലേ പിടിച്ചാലതിന്. ദൈവം വലിയവനാണോ? വലിയവൻ അല്ലേ? ഞങ്ങളിങ്ങനെ നടന്നു പോയി ആനേനെ കൊണ്ട്. അയ്യോ, അന്ന് പുള്ളി എന്നെ കൂടെ കൂട്ടാൻ തോന്നി. കൂട്ടിയില്ലേ ആയിരുന്നുവെങ്കിൽ ഞാൻ എന്താവും എനിക്ക് തന്നെ അറിയില്ല. ഈ പള്ളി ഇവിടെ നിന്ന് ഈ വനത്തോട്ടുള്ള വഴിയില്ലേ, ഈ വഴി ഇതിലൊന്ന് പോകട്ടോ. ഈ വഴിക്ക് പോയിട്ടാണ് തടിമിറ്റ് വീട്ടൂര് ഡിപ്പോ. അപ്പൊ ഈ വഴിക്ക് തന്നെയാണ് കയറുക. ചോദിക്കാം, കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഡിപ്പോയിലും കൂടി ഒന്ന് പോവാം. അന്ന് ഞാൻ ഓർക്കണ്ട്, അന്നത്തെ ഒരു ഓർമ്മ കേട്ടോ ഈ വഴി കൂടെ വന്നത്. അന്നത്തെ ഒരു ഓർമ്മ. അവിടുന്ന് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആനയും കൊണ്ട് നടന്നു വന്നത് ഇതിലെയാ. ഈ വഴിക്ക് തന്നെ നടന്നു വന്നേ. വഴിക്കൊക്കെ ഇന്ന് പറമ്പ് വീടുകളൊക്കെ ആയി, മറ്റേ നിറച്ച് റബ്ബർ തോട്ടം ഈ വഴിയൊക്കെ. സ്ഫടികത്തിലെ ഒരു പാട്ടില്ലേ, ഓർമ്മകൾ.
സ്ഥലം. അതിന്റെ കുറച്ചപ്പുറത്താണ് ആശാന്റെ വീട്. പക്ഷെ അവിടെ വരെ നമ്മൾ പോയാൽ ശരിയാവില്ല. പോണ എങ്ങനെയാ? ആളായിട്ടിപ്പോ കോണ്ടാക്ട് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ആളെ കാണാനും ഞാനൊന്ന് പോകുന്നുണ്ട്. ഇപ്പോഴല്ല, ഇത് ഞാനിപ്പോൾ ആളെ അറിയാണ്ടുള്ളവരാണ്. ഞാൻ ആളെ അറിയിച്ച ഒരു ദിവസം ആളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഒരു ദിവസം പോകണം. അതിന് സമയമായിട്ടില്ല. പോണം. കാര്യം കുറേ കാലം പുള്ളിയോടെ നിന്നിട്ടൊന്നും ഇല്ലെങ്കിലും ആ ഒരു കല്ലും ചകിരി എടുത്ത് തന്നത് ആളുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് പരാജയം ഉണ്ടായിട്ടില്ല. ആ വന്ന വഴികളൊന്നും നമ്മൾ മറക്കാത്തത് കൊണ്ട് ദൈവം നമ്മൾ കൂടെ ഉണ്ട്. ചോദിക്കാൻ ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ കൊറേ ഇതൊക്കെ വീടുകളൊക്കെ ആയി. ഇത്ര വർഷത്തെ ഒരു ഇതുണ്ടല്ലോ, അടിപൊളി. ആശാന്റെ വീട്ടിലേക്ക് പോണ വഴി ഇതാന്ന് തോന്നുന്നുണ്ട്. ഇതല്ല എത്തിയിട്ടില്ല. എന്താറായില്ലേ? അവിടുന്ന് ആശാന്റെ വീട്ടിലേക്കുള്ള വഴി. ഇവിടെ ആനയാണ് കെട്ടിക്കൊണ്ടിരുന്ന പറഞ്ഞ അമ്മേ. ഇവിടെയൊക്കെ കാടായിട്ടാ. ഒന്നിറങ്ങാം ജസ്റ്റ്. ഇവിടെ അന്ന് കാടൊന്നും ഇല്ലായിരുന്നു. ഫോറസ്റ്റിന്റെ സ്ഥലമാണ്. ഡിപ്പോയിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഇത്ര കാടൊന്നും ഇല്ല കേട്ടാ. ഈ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ കാട്. അങ്ങോട്ട് കാടുള്ളൂ. ഇവിടെ ഇന്ന് ഈ കാടില്ലായിരുന്നു. വെറും തേക്ക് മരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയൊക്കെ തേക്ക് മരങ്ങൾ മാത്രം. അത് അവിടെ ഒരു പാറയുണ്ട്. അവിടെ ആ പാറയുടെ മുകളിൽ ഇരിക്കും ഞങ്ങൾ. ഒരു പാറ ഉണ്ടോ ഇവിടെ? അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ ഇരിക്കും. ആ മുകളിൽ ഇരുന്ന കറക്റ്റായിട്ട് ഇവിടെ ആന നിൽക്കുന്നത് കാണാം. ഇവിടെ ആദ്യമായിട്ട് ആനയ്ക്ക് പട്ട ചാരിയതും പട്ട വെട്ടിയതും പട്ട കൊണ്ടുവച്ചതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാ. ഞാൻ ആ കാണിച്ചു തന്ന വഴി തന്നെ മാധവൻ എൻ്റെ വീട്ടിലേക്ക് പോണ വഴി. ഇത്ര വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് എന്താണെന്ന് പറയണ്ടെന്ന് അറിയില്ല. ഇവിടെ ആകെ ഞാൻ ഡിപ്പോയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഡിപ്പോ ഞങ്ങൾ ആന സ്ഥിരമായിട്ട് ഇവിടെ ആന കെട്ടുക. കിട്ടിയിട്ട് ആശാനൊക്കെ വീട്ടിലേക്ക് പോകും കിടക്കാനായിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ പണ്ടൊരു ആന ഉണ്ടായിരുന്നു. ഗുണശീലൻ എന്ന് പറഞ്ഞൊരു ആനയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉള്ളത്. അവിടെ ആശാനൊക്കെ കയറിക്കൊണ്ടിരുന്ന പറഞ്ഞത് മാധവചേട്ടനെ കയറിക്കൊണ്ടിരുന്ന ആനയാണ്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്പോ. ഈ കുരിശിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയാണ് കയറി കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ ഡിപ്പോ. അത് കാണിച്ചു തരാം. ഞാൻ കിടന്നിരുന്ന സ്ഥലമില്ലേ, അത് കാണിച്ചു തരാം. ഇവിടെ അന്ന് ഇങ്ങനെയൊന്നല്ല. ഇപ്പോൾ ഭയങ്കര ഒരു ഇതില്ലേ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെട്ടമില്ല, വെളിച്ചില്ല, ലൈൻ കമ്പി സാധനമൊന്നും ഇല്ല അതിലേ. ഇതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാ. വെട്ടം വെളിച്ചൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ ജീവിച്ചൊരവസ്ഥ അല്ലേ ചോദിക്ക്. കയറി കാട്ടിത്തരാം. അപ്പുറത്തുണ്ട് എത്താട്ടി ടിപ്പോണ്ട്. ഇത് തന്നെ ടിപ്പോണത്. ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ക്വാർട്ടേഴ്സ് ഉണ്ടോ? കാട്ടിത്തരാം അങ്ങോട്ട് നീട്ടി കാട്ടിത്തരാം. തിരിക്കാം. അമ്മേ ഇവിടെ കംപ്ലീറ്റ് വേറെ സെറ്റപ്പ് ആയിട്ടാ. അയ്യോ ഇവിടെ മതിലൊക്കെ ആയില്ലോ. മതിലൊന്നും ഉണ്ടായിരുന്നില്ല. ആഹാ ഗേറ്റ് മതില് സെറ്റപ്പ് ഒക്കെ ആയിട്ടാ. അവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാ. അത് ഉള്ളി കയറാൻ പറ്റുമോ? അവിടെ ആ നീല ഇത് കണ്ടോ, ക്വാർട്ടേഴ്സ്. ആ നീല തിരിക്കാൻ ഞാൻ വണ്ടി. ഇവിടെ ഒരിടയ്ക്ക് ഇവിടെ എത്ര ആന നിന്ന് പണിതാർന്ന സ്ഥലം അതെന്നറിയോ? ഒരു 10-15 ആന ഇവിടെ തന്നെ നിന്ന് പണിതുകൊണ്ടിരുന്ന സ്ഥലം അത്. പക്ഷെ ഇവിടെ ഇപ്പൊ പാർക്കായി കാര്യങ്ങളായി. അന്നത്തെ ഒരു സെറ്റപ്പൊക്കെ മാറിപ്പോയി. തിരിക്കാം.
ഇവിടെ പണിതുകൊണ്ടിരുന്ന ആനയെ കൊണ്ട് അതിന്റെ ഉള്ളിലൊക്കെ ഡിപ്പോയില് പണിത് മീറ്റർ പണി എന്ന് പറയാന് തടികൾ കിടക്കണുണ്ടോ അവിടെ കാണാൻ്റെ അവിടെ കിടക്ക ഞങ്ങള്. അന്ന് ഇങ്ങനെയൊന്നുമല്ല, തുറന്ന് കിടന്ന ഒരു സ്ഥലമാണ്, നിറച്ച് തടികൾ. ഇവിടെ തടികൾ മാത്രമേ, എത്ര ആനകൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ? സർക്കാർ തടി ഇപ്പൊ വീട്ടു നെല്ലാട് വീട്ടു. ഇതല്ല, അപ്പുറത്ത് നേരെ ക്വാർട്ടേഴ്സുകൾ ഉണ്ടോ അതങ്ങനെ. അതിന്റെ ഏറ്റവും അറ്റത്തോട്ടൊരു ക്വാർട്ടേഴ്സ് ഉണ്ടാ. ഇന്നിപ്പോ വെട്ടം വെളിച്ചെങ്കില്ല, അന്ന് വെട്ടം ഇല്ല വെളിച്ചം ഇല്ല ഒരു സാധനം ഇല്ലേ. ശരിക്കും പ്രേതാലയം നീ ആയിരിക്കും. തടികൾ ഇരിക്കണുണ്ടാ. പണ്ടത്തെ ഒരു ഇവിടെന്നാണ് കാലടി ബിനു എന്ന് വിളിക്കുന്ന എന്റെ തുടക്കം. അന്ന് കാലടി ഇല്ല, വെറും ബിനു മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെയൊക്കെ നിറച്ച് തേക്കുകളായിരുന്നു. പക്ഷെ ഇപ്പൊ പോയി ഇതായി. ഈ വഴിക്ക് അങ്ങോട്ട് കയറി അവിടെ ആനയെ കെട്ടണം സ്ഥലം. ഇതിനകത്ത് ഇവിടുത്തെ ആൾക്കാരുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറ്റിയിട്ട് വീഡിയോസുകൾ കാണുന്ന ആൾക്കാർ ഓർമ്മയുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വന്ന് കമന്റ് രേഖപ്പെടുത്തണം കേട്ടോ. പഴയ കാലഘട്ടങ്ങളിൽ ഈ വഴിയൊക്കെ ഞങ്ങൾ ആനയെ കൊണ്ട് നടന്ന് പട്ടയ്ക്ക് അതിൽ ഇതിനൊക്കെ എന്തോരം നടന്നിട്ടുള്ള വഴിയെന്ന് അറിയാവുന്നതൊക്കെ. അതിലൊരു വഴിയുണ്ട്, അതിൽ ആശാന്റെ വീട്ടിലേക്ക് കയറി വരാൻ മതി. ഇവിടെ അവിടെ ഒരു സെന്റർ ഉണ്ട്, ആ സെന്ററിൽ നിന്ന് പോയാലും ആശാന്റെ അവിടേക്ക് കയറി വരാം. എന്തായാലും പിന്നെ നമ്മൾ പിന്നെയും ഇങ്ങനെ ഒരു വഴിക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചു പോലും ഇല്ല. പക്ഷെ ദൈവം എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ വീണ്ടും തിരിച്ച് ഇതിലെങ്ങാണ്ട് ഒരു ഷോർട്ട് വഴിയുണ്ട്, ഈ ഇതിലെങ്ങാണ്ട് ഒരു കാട് ചെറിയ വഴിയുണ്ട്, അതിലേണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ വീട്ടിലേക്ക് എത്താം. ഇവിടെയാണോ ഇപ്പുറത്താണോ എന്ന് അറിയില്ല. ഇത് എവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊക്കെ കാടായി. അന്ന് ഇങ്ങനെ തേക്ക് മരങ്ങൾ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കാടില്ല. ഇന്നാരും നടക്കുന്നില്ലല്ലോ. നടപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ എറണാകുളത്തേക്കൊക്കെ പരിപാടിക്ക് നടക്കുക ചെയ്യാം. ഇന്നത്തെ പോലെ ലോറി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആനകൾ ഇങ്ങനെ ഇവിടുത്തെ ഈ നമ്മുടെ ആന ഉണ്ടാവും, പിന്നെ വേറെ ഏതെങ്കിലും ആനകളൊക്കെ പോണ വഴിക്ക് ഇങ്ങനെ കൂട്ടിമുട്ടും ആനകൾ വലുത്. ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ആ വഴിയാണ്, ഈ വഴിയാണ് നേരെ കയറി പോയി കഴിഞ്ഞാൽ ആശാന്റെ അടിക്ക് എത്താം. ഈ വഴി ഇതിലെ പോയി ആശാന്റെ വീട്ടിലേക്ക് എത്താം. അപ്പൊ ആളെന്താ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ ഒന്നും അറിയില്ല. പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ചു കാലം മുന്നേ വരെയൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല ആളെ. കൂടെ നിർത്തി പണി പഠിപ്പിച്ചു എന്നല്ല കേട്ടോ ഞാൻ പറയണേ. കൂടെ നിർത്തി പണി പഠിപ്പിച്ചു വിടല്ല, കല്ലും ചകിരി എടുത്ത് തന്നു വിട്ടു. അതായത് ഒരു ആനയെ കഴുകേണ്ടത് ആദ്യം കഴുകാൻ തന്ന അമരാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അമരത്തിന്റെ ആ നഖം മൊത്തം വെളുപ്പിക്കാൻ പറഞ്ഞു. ആദ്യം നഖം വെളുപ്പിക്കുക, അമരം നല്ല കല്ലിന് കഴുകി വൃത്തിയാക്കുക, ഇരുന്നൊരയ്ക്കും. വേറെ ഒന്നും കഴുകാൻ തരില്ല, ബാക്കിയൊക്കെ കഴുകാൻ വേറെ പാപ്പാമാരുണ്ട്. നമുക്ക് കാല് മാത്രം. പക്ഷെ അത് ഒരാള് സന്തോഷപൂർവ്വം ഒരു സാധനം എടുത്ത് നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഒരു ആയുധം എടുത്ത് കയ്യിൽ വെച്ച് തന്നിട്ട് പിന്നെ നമുക്ക് പണി നന്നായി അതിൽ ക്ലച്ച് പിടിച്ച ആ ആള് തന്നെയാണ് നമ്മുടെ ആശാൻ. കൂടെ നിർത്തി പണി പഠിപ്പിക്കണമെന്നല്ല, ആര് പഠിക്കാനുള്ള മാർഗം കാട്ടി തന്നോ അതാണ് ആശാൻ. എൻ്റെ ഒരു കണക്കും പ്രകാരം. ശരി, ദൈവത്തിന് നന്ദി, സന്തോഷം. നാളെ ഒരു പയ്യനെ എൻ്റെ അടുത്ത് ചോദിച്ചേ, ചേട്ടാ ചേട്ടൻ എന്താ കാലടിപ്പിനെന്ന് വിളിക്കണേന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, അത് സ്ഥലപ്പേര് കൂട്ടിയിട്ട് വിളിക്കണടാന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ആലോചിച്ചു, എന്നെ ആരാ ഫസ്റ്റ് അങ്ങനെ വിളിച്ചേ? കാലടിപ്പിനെന്ന് വിളിച്ചത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈക്കുടം ത്തുള്ള ആനക്കാരുണ്ട്, വിപിൻ, വിനീത്, അങ്ങനെ. അതിൽ വിപിനാണോ അതെ നമ്മുടെ നെട്ടൂര് വിനയനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവർ രണ്ടിലൊരാളാണ്. കാലടി എന്ന് വിളിച്ചേ. അതിനുശേഷമാണ് ആന ആര കയറണേ, ചീരോത്ത ആന കയറണേ. അതിവിടെ കാലടിയിലുള്ള ബിനു ഇല്ലേ അവൻ. മറ്റേ ആന ആര കയറണേ, അതിവിടെ കാലടിയിലുള്ള ബിനു ഇല്ലേ അത്. പിന്നെ ഇത് ആ ചേട്ടൻ വരുന്നുട്ടോ, അല്ലെങ്കിൽ അവരായിട്ട് ചോദിക്കുമ്പോ അതിവിടെ കാലടി ബിനു, കാലടി
അങ്ങനെയാണ് ഇപ്പൊ കാലടിവിനു ഇത്. ഇപ്പൊ കാലടിവിനു എന്തേലും അല്ല നമ്മളെ ഇതൊന്നും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചേക്കണതല്ല കേട്ടോ. ഇതൊക്കെ എന്നിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതാണ്. അല്ലാതെ ഞാനൊന്നും വെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപിക്കുകയോ ചെയ്തിട്ടുള്ളതല്ല. ഇതെല്ലാം എൻ്റെ ഒരു ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് മൊത്തം. ഇതിരിക്കുന്ന സാധനം അടക്കം ഇതൊക്കെ സുപ്രഭാതത്തിലേക്ക് നമ്മളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതാണ്. ദൈവാനുഗ്രഹം. എന്തായാലും നന്ദി, എല്ലാവരോടും നന്ദി. നിങ്ങളെയും കൂടി അതൊക്കെ കാണിച്ചു തരണം എന്നൊക്കെ അന്ന് വിചാരിച്ചത്. ഈ വഴിക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ എൻ്റെ വീഡിയോസുകളൊക്കെ ഇങ്ങനത്തേക്ക് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ ആരും ആനേനെ ഉടക്കി മറിച്ചിടണതോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചിന്തിക്കുകയും അല്ലെങ്കിൽ വിചാരിക്കരുത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ആനക്കാരനാണ് ഞാൻ. എൻ്റെ ചാനലിന് അതിൻ്റേതായ ആ ഒരു സാധാരണക്കാരൻ്റെ ഇതായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് ഞാൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് ഞാൻ ഇന്ന രീതിക്കൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞാൻ അവരോട് സംസാരിക്കുന്നു. അതെല്ലാവരും കൂടിയും കൂട്ടി ഉൾപ്പെടുത്തി കേട്ടോ ഞാൻ പറഞ്ഞേ. എന്തായാലും സന്തോഷം. ഇനി കടമറ്റത്തേക്ക് പോവാണ്. ഏകദേശം നമ്മൾ മൂവാറ്റുപുഴ എത്താറായി. അപ്പം നമ്മളോട് സഹകരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസുകളും കാണാൻ പറ്റും. ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആനയുടെ വരെ ഷോർട്ട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടും. അപ്പോൾ വീഡിയോസുകൾ കാണുന്ന ആൾക്കാർക്ക് തുടർന്നും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടാ, ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ വിട്ടളഞ്ഞേക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ഓളൊന്ന് അടിച്ചാൽ മതി. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓക്കെ. കടമറ്റം പള്ളിയിലേക്ക് ഏകദേശം എത്താറായി. താഴത്തെ പള്ളിയിൽ പോവാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലെ പള്ളിയിൽ പോവാം. എൻ്റെ അച്ഛ അത് പള്ളിക്കാടല്ലേ മറ്റേ വളപ്പായ റോഡ് മനസ്സിലായില്ല. എനിക്കറിയാം, കഥ അറിയാം. സാധാരണ
സമാധാനം.